നമസ്കാരം. ഞാൻ ഈ സമൂഹത്തിലെ എല്ലാ സഹോദരികളോടും എല്ലാ അമ്മമാരോടും എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന, നമ്മൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രശ്നങ്ങളൊക്കെ ദോഷവും സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന കുടുംബങ്ങൾ, അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ മാന്യത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന നല്ല കുടുംബ അംഗങ്ങളായ ഒരുപാട് മനുഷ്യരും, ഒരുപാട് സഹോദരങ്ങളും മാതാപിതാക്കളും എല്ലാം നല്ല വ്യക്തിത്വത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ മാനിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തെ മാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെല്ലാം മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും ഉണ്ട്. നമ്മളൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ അതിൻ്റേതായ രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റേതായ മാന്യത പുലർത്തിക്കൊണ്ട് നമ്മൾ കുടുംബത്തിലുള്ള സഹോദരങ്ങളായാലും അല്ലെങ്കിൽ മക്കളായാലും എല്ലാവരെയും നമ്മൾ ആ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്ന ആണ് കൂടുതലും. സംസ്കാരത്തിൻ്റെ മാന്യത അറിഞ്ഞ് ജീവിക്കുന്ന എല്ലാ കുടുംബത്തിലെയും അല്ലെങ്കിൽ എല്ലാ സഹോദരങ്ങളും, സ്ത്രീകളായാലും പുരുഷന്മാരായാലും, എനിക്ക് പറയാനുള്ളത്, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന സ്ത്രീകൾ കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ, കാരണം പണത്തിന് വേണ്ടി, ഇന്ന് പണമാണ് എല്ലാവർക്കും വേണ്ടത്. കാരണം ഇന്നും മാനമല്ല, മാനത്തിന് ഇന്ന് യാതൊരു വിലയില്ല. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വിലപ്പെട്ടതായ ഒരു സമ്പാദ്യം അവരുടെ മാനമായിരുന്നു. കാരണം മാനം വിറ്റ്, അല്ലെങ്കിൽ മാനഭംഗം വരുത്തുന്ന രീതിയിലോ, അല്ലെങ്കിൽ മാനക്കേടുണ്ടാകുന്ന രീതിയിലോ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ, അപ്പനമ്മ, ഇവർക്ക് ആർക്കും മാനക്കേട് വരുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തികളും ഞാനൊന്നും എൻ്റെ സമൂഹത്തിൽ, ഞാൻ വളർന്നു വന്ന ആ ഒരു കാലഘട്ടത്തിൽ ഞാനൊന്നും കണ്ടതായിട്ടോ കേട്ടതായിട്ടോ ഞാനൊന്നും ഒരിക്കലും എൻ്റെ ഓർമ്മയിലില്ല. കാരണം അന്നൊക്കെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വേഷങ്ങളും, അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണ, അവരുടെ ജീവിത ശൈലികളെ, ഇതെല്ലാം അവർ ഒരുപാട് മാന്യത പുലർത്തിക്കൊണ്ടായിരുന്നു സ്ത്രീകൾ. ഞാനൊക്കെ എൻ്റെ ഓർമ്മയിൽ എന്ന് പറയുമ്പോൾ